ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മരിച്ച ആളുകളെ ഭയപ്പെടേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്ക് എന്തോ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ശവക്കോട്ടയുടെ അടുത്തൂടെയൊക്കെ പോകാൻ ആൾക്ക് ഭയം തോന്നുന്നുണ്ട്. കാര്യം രാത്രിയിൽ ഒറ്റയ്ക്ക് സിനിമയെ ചിത്രീകരിച്ച് കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സീരിയലുകളിലോ അങ്ങനെയുള്ള ഇതിലൊക്കെ ചിത്രീകരണത്തിൽ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകളുടെ ഉള്ളിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കണം. പക്ഷെ അതിന് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ മരിച്ചവരുള്ള ഭയം ആൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്തിനാ കർമ്മം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പറയുമ്പോൾ ആ മരിച്ചുപോയ വ്യക്തികൾക്ക് ശാന്തി കിട്ടണമെന്ന് പറയും, അല്ലെ അവർക്ക് നല്ലൊരു സ്വസ്ഥത കിട്ടണമെന്ന് പറയും. കൂടുതലും ഇവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ഉപദ്രവം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉപദ്രവം വരും പോലും. അപ്പോൾ ഞാനിന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ കാട്ടുമൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളൊക്കെ ചത്തുകൊണ്ടിരുന്ന ജീവനോടെ ഇരിക്കുമ്പോൾ ആനയുടെ അടുത്ത് പോകാൻ നമുക്ക് പേടി, കാട്ടാനയുടെ അടുത്ത് പോകാൻ പേടിയില്ല. കരടി, സിംഹം, കടുവ, ഇതൊക്കെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് ഭയമാണ്, ഉപദ്രവിക്കുകയും ചെയ്യും. പക്ഷെ ചത്തു കഴിഞ്ഞാലോ, ഏതെങ്കിലും സിംഹം ചത്തു കിടപ്പുണ്ട്, ചത്തുന്ന ഡോക്ടറെ സ്ഥിരീകരിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ആളത്ര ശക്തനാണെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാമെന്നുള്ളൊരു ബോധം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ അടുത്ത് പോകണ കാര്യം. അപ്പോൾ പിന്നെ അങ്ങനെ മനുഷ്യൻ്റെ അടുത്ത് അങ്ങനെയല്ലേ? ശരിയല്ലേ? എത്ര കൊലകൊമ്പനോ റൗഡിയോ കായിക ശേഷിയുള്ള വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ ആ കിടപ്പിൽ കിടന്നിട്ട് കുറേ കഴിയുമ്പോൾ അഴുകി പോവല്ലേ ചെയ്യുന്നത്. പിന്നെ ആരും ഒന്ന് ഭയപ്പെടുത്തുന്നതായി പറയാം. ഇനി അതിൻ്റെ ചില ശാസ്ത്രീയ വശങ്ങളിലേക്ക് വരാം. ഈ മരിച്ചു കഴിയുമ്പോഴേ ആളുടെ ബോധം ഒന്നുമില്ലല്ലോ. പിന്നെ തലച്ചോറാണല്ലോ നമുക്ക് മെമ്മറി തരുന്നത്. ഓർത്തിരിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം തലച്ചോറാണ്, അല്ലേ? ആൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറ് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. തലച്ചോറ് ഡെഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റൈലിൽ നിന്നൊക്കെ ആൾ കേട്ടിട്ടില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ തലച്ചോറ് ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ശത്രു ആരാണ് മിത്രം ആരാണ് എന്നെങ്ങനെ തിരിച്ചറിയും? ഇനി ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കണമെങ്കിൽ ഇവർക്ക് ആളെ തിരിച്ചറിയണ്ടേ? അതിന് മെമ്മറി ഇല്ലല്ലോ, തലച്ചോറില്ലല്ലോ, അത് ചീഞ്ഞു പോയില്ലേ, പിന്നെ എവിടെയിട്ടാ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭയത്തിൻ്റെ ആവശ്യം വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല, അല്ലേ? നമ്മുടെ ശരീരകലകളെല്ലാം ഓക്സിജനിൽ നിലനിർത്തപ്പെടുന്നതാണ്. അപ്പോൾ ഓക്സിജൻ ശരീരത്തിലേക്ക് എടുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആൾ മരിക്കുകയാണ് ചെയ്യുന്നു. ആ മരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവരുടെ ശരീരം വിട്ടുപോകുന്ന ഒരു ആത്മാവുള്ളതായിട്ട് ഇതുവരെ ഒരു പഠനവും തെളിയിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ പോകുന്ന ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പോകുന്നതായിട്ട് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടോ? ഇല്ല. അതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മതങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ധാരണ പരത്തിയിട്ട് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ശേഷക്രിയൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ പറ്റൂല. ഇത്രയും 20 വർഷം ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടായിട്ട് പോലും ആളുകൾ എത്രയോ അത്തരത്തിലുള്ള കെണികളിൽ പോയി വീഴുന്നുണ്ട്, അല്ലേ? ആയിരക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെ അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതൊക്കെ ബുദ്ധിശൂന്യമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ വരും തലമുറയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് വിടാണ്ടിരിക്കുന്നത് നല്ലത്. വളർന്നു വരുന്ന കുട്ടികളോട് മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അങ്ങനെയുള്ള കഥകളെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച്
ചെറുപ്പത്തിൽ അവരുടെ മനസ്സിലങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തങ്ങി നിന്നിട്ട് പിന്നെ ആ ഒരു ഭയം അവരെ ജീവിതകാലം മുഴുവൻ ബാധിക്കും. എന്തിനാണെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റി പിള്ളേരുടെ മനസ്സുകളിലേക്ക് വിട്ട് അവരെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിമയാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റായ വിശ്വാസത്തിൻ്റെ അടിമയാക്കി തീർക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മാവ് ഇല്ല. അതുകൊണ്ട് മരിച്ചവരെ നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പിടി കിട്ടും. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അതിനുശേഷമുള്ള ശേഷക്രിയയുടെ ആവശ്യമില്ല. അപ്പോൾ പണപരമായ ലാഭം അല്ലേ, പേടി മാറുന്നു. പണപരമായ ലാഭം ഒരു വശത്ത്, ഇതിനെ നമ്മൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മരിച്ചവരെ കൊണ്ട് കുഴിച്ചിടണമെന്നുള്ള സ്വാഭാവികം, അതങ്ങനെ ചെയ്യാം. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്നാൽ പിന്നെ എങ്ങനെ ജീവിച്ചാൽ പോലെ? ഈ ആളുകൾ കുറേയൊക്കെ നല്ലവരായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ശിക്ഷിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ഭൂമിയിലെ ജീവിതം കൂടാതെ മറ്റൊരു ജീവിതമുണ്ട്, അവിടെ നല്ല കാലം കിട്ടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിച്ചാൽ എന്നാ? ഇപ്പോൾ ഉള്ള ഒരു ജീവിതം 10-70 അല്ലെങ്കിൽ 80 വർഷത്തെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കാൻ മേലെ എന്ന ആളുകൾ ചിന്തിക്കും. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാന്നറിയാമോ, അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് മറ്റൊരു ലൈഫുണ്ടോ? വേറൊരു ജീവിതം, ഒരാത്മാവായിട്ട് പോയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഏതെങ്കിലും വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ലൈഫുണ്ടോ? ഇതിനെക്കുറിച്ചുള്ളൊരു വിശദാംശം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പങ്കുവയ്ക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ചില വിവരങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം, ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.